സിജോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? സിജോ തിരികെ ബിഗ് ബോസ് ഹൗസിലേക്ക്. റോക്കിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ ലാലേട്ടൻ. സിജോ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടെന്നതിന് തെളിവുകളുണ്ടോ? ഇതിനെല്ലാമുള്ള ഉത്തരമായിട്ടായിരുന്നു ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് വന്നിട്ടുണ്ടായിരുന്നത്. ലാലേട്ടൻ തകർത്താടുകയായിരുന്നു. എല്ലാവർക്കും കൊടുക്കാനുള്ളത് കണക്കിന് കൊടുത്തു. പ്രത്യേകിച്ചൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ വീക്ക് അത്രയ്ക്ക് ക്രൂഷ്യലായിട്ടുള്ളതായിരുന്നു. ഈ വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും കാത്തിരുന്നത് സിജോയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് സിജോ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വന്നിരുന്നത്. സിജോയുടെ മടങ്ങിവരവ് ഒരു മത്സരാർത്ഥി ആയിട്ടിരുന്നില്ലെന്ന് മാത്രം. റോക്കിയുടെ ഇടിയുടെ ആഘാതം വലിയ രീതിയിൽ സിജോയെ ബാധിച്ചിട്ടുണ്ട്. താടിയെല്ലിനും പല്ലിനുമൊക്കെ പരുക്കുകളുണ്ട്. കൂടപ്പിറപ്പുകളെ പോലെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സും വായ്ക്കുള്ളിൽ ഉണ്ടെന്ന് വളരെ ലാഘവത്തോടെ സിജോ പ്രേക്ഷകരോടും പറയുകയുണ്ടായി. അതായത് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മത്സരാർത്ഥികളോട് ലാലേട്ടൻ വന്ന് വല്ലാണ്ട് പൊട്ടിത്തെറിക്കുകയും കുറെ കർക്കശമായ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുകയും ചെയ്തു. ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ ലാലേട്ടൻ എല്ലാവരോടുമായി ചോദിക്കേണ്ടായി. അപ്പോൾ പലരും പറഞ്ഞു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിൽ ഫിസിക്കലി മെൻ്റലി വരുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്, അത് അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ വീക്കിൽ ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ മത്സരാർത്ഥികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയായിരുന്നു ലാലേട്ടൻ. അത്ര ദിവസം അവരുടെ കൂടെ, അതായത് 2 ആഴ്ചത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ 4-5 ദിവസമായിട്ടും ആ വീട്ടിൽ നിന്നും കാണാതെ പോയിട്ട് എവിടെയെന്ന് ചോദിക്കുകയോ അന്വേഷിക്കുകയോ അയാൾക്ക് എന്തു പറ്റി എന്ന് അറിയാൻ ശ്രമിക്കുകയോ ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യം എടുത്തു പറഞ്ഞ മനുഷ്യത്വരഹിതമായ പ്രവർത്തനം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുകയുണ്ടായി. മുൻ സീസണുകളിൽ രജിത്തും റോബിനും ഒക്കെ ഒരു ഹാഫ് സീസൺ കഴിഞ്ഞതിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് പുറത്താക്കപ്പെട്ടപ്പോഴും ഇത് ബിഗ് ബോസ് സീസൺ 6 തുടങ്ങി 2 ആഴ്ചയ്ക്ക് ശേഷം വലിയ തരത്തിലുള്ള ഒരു അസാൾട്ടാണ് നടന്നിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് ലാലേട്ടൻ എടുത്തു പറഞ്ഞു, ഇതുവരെയുള്ള ബിഗ് ബോസിന്റെ ഒരു സീസണിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇത്ര വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടില്ല, അത് മലയാളത്തിൽ മാത്രം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ആ വീട്ടിലുള്ള ഒരാൾ പോലും സിജോയെ പറ്റി അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ളവരുടെ മനുഷ്യത്വം എവിടെ പോയി എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇടികൊണ്ട് പുറത്തുപോയ ആളെ പറ്റി ഒരുപാട് വ്യാകുലതപ്പെടുകയും അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി നിന്ന് ഗെയിം കളിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഇടികൊണ്ട് പരിക്കേറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയി പോയ ഒരാൾക്ക് എന്ത് പറ്റിയെന്ന് ഒരാളും തിരക്കുകയോ അയാൾക്കൊരു പരിഗണന കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു സമയത്ത് അൻസിബയും മുടിയനും അർജുനും ജാൻമണിയൊക്കെ ആ ഒരു പഴയ വിഷ്വൽസ് ഒക്കെ ലാലേട്ടൻ കാണിച്ചപ്പോൾ അതൊക്കെ കണ്ട് വല്ലാണ്ട് കരയുന്നത് കണ്ടിരുന്നു. പക്ഷെ ഇവരാരും സിജോ പുറത്തു പോയ സമയത്തിരുന്ന് കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സിജോയുടെ ആ ഒരു അവസ്ഥ കേട്ടതിന് ശേഷം മാത്രം എന്തിനൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ എന്നുള്ള പോലെയാണ് അവരുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അൻസിബയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിജോ പുറത്തു പോയ സമയത്ത് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്തിരുന്നു, താൽക്കാലികമായിട്ടുള്ള ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അൻസിബയാണെന്ന് പറഞ്ഞിട്ട്. ആ ഒരു സമയത്തെ അൻസിബയുടെയും മുടിയൻ്റെയും അർജുൻ്റെയും ആഹ്ലാദ പ്രകടനം, ആ ഒരു സീനും ഇന്നുണ്ടായ ആ ഒരു സീനും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പല പൊരുത്തക്കേടുകളും നമുക്ക് ഫീൽ ചെയ്യും. ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഇതിലൊരു അവരുടെ ആ ഒരു കാട്ടിക്കൂട്ടലുകളിൽ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഫീൽ ചെയ്യുന്നില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒന്നിനും ഒരു ഒറിജിനാലിറ്റിയും ഇല്ല. അൻസിബയുടെ ക്യാപ്റ്റൻസി കിട്ടിയ സമയത്ത് അൻസിബയോടൊപ്പം തുള്ളിച്ചാടിയവരാണ് മുടിയനും അർജുനും. അവരും ആ ഒരു സമയത്ത് അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടു. സിജോ പുറത്തു പോയത് ഓർത്തിട്ടാണോ അതോ റോക്കി പുറത്തു പോയത് ഓർത്തിട്ടാണോ എന്നറിയില്ല. കാരണം റോക്കി പുറത്തു പോയ സമയത്ത് ഇവർ വല്ലാണ്ട് അപ്സെറ്റ് ആവുകയും വല്ലാതെ വിഷമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ വീണ്ടും വീണ്ടും റോക്കിയുടെ ആ ഒരു ചെയ്തിയെ ന്യായീകരിക്കാനായിട്ട് അൻസിബ വല്ലാതെ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷം സിജോയെ ആ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു വേദിയിൽ കൊണ്ടുവന്ന് സിജോയ്ക്ക് സംസാരിക്കാനുണ്ട്, നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ കാണില്ലായിരിക്കും എന്ന് തന്നെ മുഖവര കൊടുത്തുകൊണ്ട് സിജോയ്ക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ്.
സിജോ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിരുന്നു. എല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നുള്ളൂ, എനിക്ക് പേഴ്സണലി ആരോടും ഒരു ഗ്രഡ്ജ് ഇല്ല എന്നുള്ളൊരു കാര്യമൊക്കെയാണ് സിജോ പറയുന്നത്. സിജോയുടെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നതാണ്. മുഖത്തെ ഷേപ്പ് തന്നെ മാറിപ്പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. 2 ആഴ്ചത്തേക്കുള്ള റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശേഷം ലാലേട്ടനോട് സംസാരിച്ച് സിജോ പുറത്തേക്ക് പോകുന്നത് ഒരിക്കലും ഫ്രണ്ടിലൂടെ ആയിരുന്നില്ല. എല്ലാ തവണയും ഓരോ കണ്ടസ്റ്റന്റുകളെയും പുറത്തേക്ക് വിടുന്നത്, അവിടുത്തെ ആ ഒരു ആക്ടിന് ശേഷം പുറത്തേക്ക് വിടുന്നത് ആ ഒരു പ്രേക്ഷകരുടെ ഇടയിലൂടെയുള്ള ആ ഒരു റാമ്പ് വഴി ആയിരിക്കും. പക്ഷേ സിജോയ്ക്ക് ആ ഒരു റാമ്പ് വഴി പുറത്തേക്കുള്ള എൻട്രൻസ് അല്ല കൊടുത്തിട്ടുള്ളത്. നിന്ന സ്റ്റേജിൻ്റെ ബാക്കിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സീൻ കൊണ്ടിട്ടാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് സിജോ സീക്രട്ട് റൂമിലാണ് ഉള്ളതെന്ന്. സിജോയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി കാണുന്ന എല്ലാ പ്രേക്ഷകരും സിജോയുടെ ഒരു റീ എൻട്രി പ്രതീക്ഷിക്കുന്നത് തന്നെയുണ്ട്. കാരണം ഒരു ചെറുപ്പക്കാരൻ ഒരു കാരണവുമില്ലാതെ തൻ്റെ സ്വപ്നം ഇല്ലാണ്ടായി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. റോക്കിയുടെയും സ്വപ്നമായിരുന്നു എങ്കിൽ പോലും റോക്കിയുടേതായ ചെയ്തികൾ കൊണ്ട് മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. സിജോയെ അതിൽ കൂടുതലായിട്ടൊരു കുറ്റം കണ്ടുപിടിക്കാനില്ല. കാരണം സിജോ ട്രിഗർ ചെയ്തു എന്ന് പറയുന്നവർ പോലും മനസ്സിലാക്കണം, അതാണ് ഗെയിം. നമ്മൾ ട്രിഗർ ചെയ്താലും ട്രിഗേർഡ് ആവണോ വേണ്ടയോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ കാരണം സിജോ പുറത്തു പോയിട്ടില്ല, അകത്തേക്ക് വരുമെന്നും ഒരു റീ എൻട്രി 2 ആഴ്ചത്തെ ഒരു റെസ്റ്റിന് ശേഷം സിജോയുടെ ഒരു മാസ് റീ എൻട്രി ഉണ്ടാകുമെന്നും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു റീ എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ സിജോയുടെ കളി വേറെ ലെവൽ തന്നെയായിരിക്കും. കാരണം 2-2.5 ആഴ്ചയോളം പുറത്ത് നിന്ന് എല്ലാവരെയും കണ്ട് വീക്ഷിച്ച് ഗെയിം മനസ്സിലാക്കി വന്ന് കളിക്കാനുള്ള അവസരം സിജോയ്ക്ക് ഉറപ്പായും ലഭിക്കും.